ഹലോ ഗൈസ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫെറ്റ്ല. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പ്ലങ്കിൻ്റെ സിം സെർവർ എങ്ങനെ അപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് ആൻഡ് ഇൻസ്റ്റാളേഷൻ നമ്മൾ ആ ഒരു വീഡിയോ കണ്ടു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ സ്പ്ലങ്കിന് ആവശ്യമായിട്ടുള്ള ഫോർവേഡർ. നമ്മൾ ആ ഒരു വിക്ടിം വൾണറബിൾ ആയിട്ടുള്ള ഒരു ലിനക്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു വൾണറബിൾ ആയിട്ടുള്ള ലിനക്സിൻ്റെ ഫോർവേഡറാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻസ്റ്റാളും കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഡ്രൈവിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എന്താ ഈ ഒരു വൾണറബിൾ ലിനക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു OV ഫയൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വരും. നമുക്ക് ഇമ്പോർട്ട് ആവാൻ വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. സോ വൾണറബിൾ ലിനക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു സെയിം കാര്യം തന്നെ നമ്മളിവിടെ ഇത് ഓക്കെ അല്ലേ നോക്കുക, അഡാപ്റ്റേഴ്സും കാര്യങ്ങളും ഓക്കെ അല്ലേ എന്നുള്ള കാര്യം ഒന്ന് ഉറപ്പ് വരുത്തുക. അഡാപ്റ്റർ ഫസ്റ്റ് വരുന്നത് ബ്രിഡ്ജ് അഡാപ്റ്റർ ആയിരിക്കും. അത് നിങ്ങൾ വൈഫൈ വെച്ചിട്ടാണ് നിങ്ങളുടെ ഈ ഒരു കമ്പ്യൂട്ടർ കണക്ട് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ പോയാൽ മതി. അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം, അത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് വരുന്ന അഡാപ്റ്റർ ഈ ഒരു ഹോസ്റ്റ് ഓൺലി അഡാപ്റ്ററിൽ തന്നെയല്ലേ ഉള്ളത് എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഉള്ള ഒരു സിം സെർവറിൻ്റെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പായി കിടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു ബാക്കിയുള്ള പാർട്ട് തന്നെ ആയിട്ടാണ് ഇതും വരുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 വീഡിയോ ആയിട്ട് ചെയ്തേക്കുന്നത്. സോ നമ്മൾ ഈ ഒരു വൾണറബിൾ ലിനക്സും കൂടെ എന്ത് ചെയ്യാണ്, ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് ജസ്റ്റ് അപ്പാകാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വൾണറബിൾ ലിനക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അപ്പായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബ്രിഡ്ജ് IPയും കാര്യങ്ങളും കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാലി ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ കണക്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ ഒരു SSH കണക്ഷൻ എടുക്കാം. SSH സ്പേസ് വിക്ടിം അറ്റ് IP 112 തന്നെയാണ്. ഓക്കെ, ഈ ഒരു വിക്ടിം, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് IP, ഈ ഒരു വൾണറബിൾ ലിനക്സിൻ്റെ IP ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു IP കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കുന്നുണ്ട് S എന്ന് കൊടുക്കാം, ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നത്. ഓക്കെ, പാസ്വേഡ് വരുന്നത് ലെറ്റ് മീ ഇൻ എന്നാണ്. ലെറ്റ് മീ ഇൻ. ഈ ഒരു പാസ്വേഡ് നമുക്കിവിടെ വിസിബിളായിട്ട് കാണില്ല. നമ്മൾ SSH ഇതിന് മുമ്പ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, എൻ്റർ കൊടുക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വിക്ടിമായിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന നേരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലങ്ക് ഫോർവേഡർ കാണാനായിട്ട് പറ്റും. CD സ്പ്ലങ്ക് ഫോർവേഡർ. ഇവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാൾ സ്പ്ലങ്ക് ഫോർവേഡർ .sh, റിമൂവ് സ്പ്ലങ്ക് ഫോർവേഡർ .sh. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്നതാണ്. കുറച്ചും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി പ്രോസസ്സ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു റിമൂവ് സ്പ്ലങ്ക് ഫോർവേഡർ .sh ജസ്റ്റ് റൺ ചെയ്താൽ മാത്രം മതി. അതിൻ്റെ ഇൻസ്റ്റൻസും കാര്യങ്ങളും എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റിമൂവ് ആകുന്നതായിരിക്കും. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻസ്റ്റാൾ സ്പ്ലങ്ക് ഫോർവേഡർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ എന്ത് ചെയ്യണം, ഈ ഒരു ഡെബ് പാക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്പ്ലങ്കിൻ്റെ ഈ ഒരു സൈറ്റിലേക്ക് പോകുന്നു. നമ്മൾ നേരത്തെ അക്കൗണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രയൽസ് ആൻഡ് ഡൗൺലോഡ്സ് കൊടുക്കുന്നു. ഇവിടെ എൻ്റർപ്രൈസിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഫോർവേഡർ എന്ന് കാണാൻ പറ്റും. ഈ ഒരു യൂണിവേഴ്സൽ ഫോർവേഡറിന് ഗെറ്റ് മൈ ഫ്രീ ഡൗൺലോഡ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ലിനക്സിൻ്റെ പാർട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 64 ബിറ്റ്, നമ്മുടെ 64 ബിറ്റാണ് വരുന്നത്. സോ 64 ബിറ്റ് എന്നുള്ളതിൽ ഡെബ് ഇവിടെ എന്ത് ചെയ്യണം, ഈ ഒരു കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് കോപ്പി ചെയ്തെടുക്കുക. സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൽ വേറൊരു കാര്യങ്ങളും നിങ്ങൾ സെലക്ട് ചെയ്യരുത്. 64 ബിറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിനക്സിൻ്റെ നമ്മുടെ ഈ ഒരു ഉബുണ്ടു സെർവർ വരുന്നത്. അപ്പോൾ ഈ ഒരു 64 ബിറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ആ ഒരു കോപ്പി ചെയ്തേക്കുന്നത് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് പെർമിഷൻ ചോദിക്കുക. അപ്പോൾ സുഡോ സ്പേസ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ഒരു സംഭവം കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ലെറ്റ് മീ ഇൻ എന്നുള്ള പാസ്വേഡ് കൊടുക്കുക. നമുക്ക് ഈ ഒരു യൂസർ നെയിം പാസ്വേഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കുറഞ്ഞ സൈസിൽ വരുന്ന ഒരു പാക്കാണിത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നമ്മുടെ ഈ ഒരു ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. LS കൊടുക്കുന്ന നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഈ ഒരു സ്പ്ലങ്ക് ഫോർവേഡ് .debൻ്റെ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാർട്ട് ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാം. കൺട്രോൾ റൈറ്റ് സൈഡിൽ വരുന്ന Ctrl+F കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാലി ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുന്നതാണ്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു
നിലവിലുള്ള ഡയറക്ടറി നമുക്ക് നേരത്തെ അവിടെ പഴയ സിം സെർവർ ചൂസ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്ത് കൊടുക്കണം. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു നോട്ട് പാഡിൽ ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ കറക്റ്റായിട്ട് സ്പേസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് ഇത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ ഒരു പാർട്ട് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇൻസ്റ്റാൾ സ്പ്ലങ്ക്. ഓക്കെ, ഇൻസ്റ്റാൾ സ്പ്ലങ്ക് ഫോർവേഡർ .sh. ഓക്കെ, /install സ്പ്ലങ്ക് ഫോർവേഡർ .sh എന്നുള്ള ഈ ഒരു ബാഷ് സ്ക്രിപ്റ്റ് ജസ്റ്റ് റൺ ചെയ്താൽ മതി. റൺ ചെയ്യുന്ന നേരത്ത് നമുക്ക് നേരത്തെ ചോദിച്ചത് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയും ചോദിക്കുന്നുണ്ട് എൻ്റർ ദ ഫുൾ പാത്ത് ടു സ്പ്ലങ്ക് ഫോർവേഡ് .deb അല്ലേ, നമുക്ക് ഈ ഒരു പാത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. സോ അതെന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു, എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും എൻ്റർ സിം സെർവർ IP. ഇവിടെ സിം സെർവറിൻ്റെ IP ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു IP അഡ്രസ്സ് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു 56 അല്ലേ, നമ്മൾ ആ ഒരു ഹോസ്റ്റ് ഓൺലി നെറ്റ്വർക്കിനകത്ത് കണക്ട് ചെയ്തേക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന IP ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ മതി, ഇതുപോലെ കൊടുത്താൽ മതി. ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത് കംപ്ലീറ്റ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് സ്പ്ലങ്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സീരീസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്പ്ലങ്ക് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സീരീസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ യൂസർ നെയിം അഡ്മിൻ, അതുപോലെ തന്നെ പാസ്വേഡ് 1 2 3 എന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ ഒരു നമ്മുടെ ആ ഒരു ഡയഗ്രാം ഒന്നും കൂടെ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത വരും. സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്ന സിം സെർവർ ആയിരുന്നു, അതായത് സ്പ്ലങ്കിൻ്റെ സെർവർ. ഈ ഒരു സിം സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ഉബുണ്ടുയുടെ സെർവറിലായിരുന്നു നമ്മൾ സെറ്റപ്പ് ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തു. അതെങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ ഈ ഒരു കാലിലേക്ക് SSH കണക്ട് ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ സിം സെർവറിനകത്തല്ലായിരുന്നു ഈ പറഞ്ഞേക്കുന്ന പ്രോസസ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. പകരം നമ്മൾ എന്ത് ചെയ്തു, SSH കണക്ഷൻ എടുത്തിട്ട് കാലിൽ നിന്നായിരുന്നു ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ വൾനി ലിനക്സും ഇതുപോലെ SSHൽ നമ്മൾ കണക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു കാലി വെച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഒരു വൾനി ലിനക്സിനെ അറ്റാക്ക് ചെയ്യും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു വൾനി ലിനക്സിനെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു വൾനി ലിനക്സിൽ നമ്മൾ ഫോർവേഡർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോർവേഡർ എന്ത് ചെയ്യും, ഇയാൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു അലേർട്ടും കാര്യങ്ങളും ഇതിനകത്തേക്ക് പുഷ് ചെയ്ത് ഈ ഒരു ലോഗും കാര്യങ്ങളും പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിം സെർവറിനകത്ത് നമ്മളൊരു അറ്റാക്ക് എന്ത് ചെയ്യും, ഒരു അലേർട്ട് ജനറേറ്റ് ചെയ്യും. അലേർട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ആരെങ്കിലും ആ ഒരു അറ്റാക്ക് പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ ഒരു സിം സെർവറിനകത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അറ്റാക്കിനെ നമുക്ക് തടയാനും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് റെസ്പോൺസും കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനും സാധിക്കും. സോ അതാണ് നമ്മുടെ ആ ലോജിക് ഡയഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒരു വൾനി ലിനക്സും അതുപോലെ തന്നെ വൾനി ലിനക്സിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ലോഗും കാര്യങ്ങളും ഈ ഒരു സിം സെർവറിനകത്തേക്ക് ജനറേറ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു SSHൻ്റെ കണക്ഷൻ എടുക്കാം. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സെർച്ച് ആൻഡ് റിപ്പോർട്ടിങ്ങിൽ ഇത് സ്കിപ്പ് ചെയ്യാണ്, SSHൻ്റെ പ്രോപ്പറായിട്ടുള്ള ഈ ഒരു സ്പ്ലങ്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തരുന്നതായിരിക്കും. ഈ ഒരു എന്താണ് സെർച്ച് ബാർ, അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്നതായിരിക്കും. ഈ ഒരു സെർച്ച് ഭാഗത്ത് നമ്മൾ SSH എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഇവിടെ 0 ഇവൻറ്റ്സ് ആണ് കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫോർവേഡറിന് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങോട്ടേക്ക് ലോഗും കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ പുഷ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ ഫിക്സ് ചെയ്യാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു SSHൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലോ, അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, റീബൂട്ട് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് സുഡോ റീബൂട്ട്
ഓക്കെ, ഉബുണ്ടു സെർവറിൻ്റെ വരുന്ന അഡ്മിൻ പാസ്വേഡ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റീബൂട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വൾണി ലിനക്സ് നമുക്ക് ഇവിടെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. സിം സെർവർ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഇവിടെ റീബൂട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ വൾണി ലിനക്സ് നമുക്ക് എന്ത് ചെയ്യാം, സുഡോ റീബൂട്ട്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതും ഇതുപോലെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. വൾണി ലിനക്സും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, റീബൂട്ട് ആവുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇത് റീബൂട്ട് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. റീബൂട്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു IP വീണ്ടും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മുടെ സിം സെർവർ അപ്പായിട്ടുണ്ട്. നമുക്ക് വൾണി ലിനക്സും കൂടെ ഒന്ന് ആവാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, റീബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു IT പ്രൊഫഷണലാണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ പെറ്റ്ല ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിങ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ. അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടോ. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. നമ്മുടെ സിം സെർവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, റീബൂട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിം സെർവർ ആയിരുന്നു. ആ സിം സെർവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ റീബൂട്ട് ആയിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ വൾണി ലിനക്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, റീബൂട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഒരു വൾണി ലിനക്സ് എന്ത് ചെയ്യാൻ റീബൂട്ട് ആയിട്ടുണ്ട്. അഥവാ ഇൻ കേസ് നിങ്ങളത് റീബൂട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തിട്ട് എടുക്കാറില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ വരുന്ന കൺട്രോൾ +R കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് റീബൂട്ട് ആയിരിക്കുന്നു. മാനുവലായിട്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, റീബൂട്ട് ചെയ്യാം, ഈ ഒരു SSH ത്രൂ അല്ലാതെ. സോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ 2 നമ്മുടെ സെർവേഴ്സും കാര്യങ്ങളും അപ്പായിട്ടുണ്ട്. ഫോർവേഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വൾണി ലിനക്സും അപ്പായിട്ടുണ്ട്. അതുപോലെ തന്നെ സിം സെർവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്പ്ലങ്ക്സിൻ്റെ സെർവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സിം സെർവറും അപ്പായിട്ടുണ്ട്. ഇവിടെ 2 നമുക്ക് കാണാനായിട്ട് പറ്റും. ബ്രിഡ്ജ് IPയും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് ലോഗിൻ പാർട്ടിലേക്ക് പോവാം. ഈ ഒരു IP കൊടുക്കുക, 8000 പോർട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു യൂസർ നെയിം അഡ്മിൻ ആയിരുന്നു, പാസ്വേഡ് 123 ആയിരുന്നു പാസ്വേഡ് വരുന്നത്. ജസ്റ്റ് സൈൻ കൊടുത്ത് കഴിയാം. നമുക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഒരു പാർട്ടിൽ ഓക്കെ, നമുക്ക് ഈ ഒരു എൻ്റർപ്രൈസിൻ്റെ പാർട്ട് എടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു വൾണി ലിനക്സിലേക്ക് നമ്മൾ വൾണി ലിനക്സ് ഉണ്ടല്ലോ, ഈ ഒരു പാർട്ടിലേക്ക് ഒന്നും കൂടെ നമുക്ക് SSH കണക്ട് ചെയ്ത് നോക്കാം. അപ്പാരോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റീസെൻ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കമാൻഡ്സും കാര്യങ്ങളും കാണാനായിട്ട് പറ്റും. SSH ഈ ഒരു IP കൊടുത്തിട്ട് എന്ത് ചെയ്യുക, പാസ്വേഡ് വിക്ടിം എൻ്റർ കൊടുക്കുന്നു. സോറി, ലെറ്റ് മീ ഇൻ എന്നാണ് പാസ്വേഡ് വരുന്നത്. ഓക്കെ, SSHൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോഗ് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ നേരത്തെ ഈ ഒരു ലോജിക്കൽ സ്ട്രക്ചർ പ്രകാരം വൾണി ലിനക്സിന് നമ്മൾ കാലിൽ നിന്ന് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ഒരു SSH കണക്ഷൻ എടുത്തു. അപ്പോൾ ഈ ഒരു ലോഗ് എന്തായിരിക്കണം, ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യണം, ഏത് സിം സെർവറിലേക്ക് പുഷ് ചെയ്യണം. അതാണ് നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മുടെ ഈ ഒരു സെർച്ച് ആൻഡ് റിപ്പോർട്ടിംഗ് പാർട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ SSH ഒന്നുകൂടെ സെർച്ച് ചെയ്ത് നോക്കുന്നു. ഓക്കെ, ഇവിടെ 10 ഇവൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, SSH കണക്ട് ചെയ്തേക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ലോഗ്സും കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ലാബും കാര്യങ്ങളും കോൺഫിഗർ ചെയ്തു. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു അല്ലേ, സെർച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി എന്താണ് ഈ ഒരു സ്പ്ലങ്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, എന്താണ് സ്പ്ലങ്ക്, അതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു ഓട്ടോമേഷൻ പ്രോസസ്സ് ജസ്റ്റ് ചെയ്യാമെന്നല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. SPL എന്താണെന്നോ ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബേസിക്കായിട്ട് സ്പ്ലങ്കിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഇതിൻ്റെ ഒരു സ്പ്ലങ്കിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ തരാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അലേർട്ട് ക്രിയേഷനും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ stay tuned. Thank you all.